ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ്ങിലൂടെ കേരളത്തിലാകെ തരംഗമായി മാറി യൂട്യൂബറും അവതാരകനുമാണ് കാർത്തിക് സൂര്യ. യൂട്യൂബിൽ മാത്രം 30 ലക്ഷത്തിന് മുകളിലാണ് താരത്തിന്റെ സബ്സ്ക്രൈബേഴ്സ്. ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം തനിക്കുണ്ടായ പേടിപ്പെടുത്തുന്ന അനുഭവം പങ്കുവച്ചിരിക്കുകയാണ് കാർത്തിക് സൂര്യ. കഴിഞ്ഞ ദിവസം ഭക്ഷണം കഴിക്കുന്നതിനിടെ തുമ്മിയത് മാത്രമേ ഓർമ്മയുള്ളൂ എന്ന് പറഞ്ഞാണ് മരണം മുന്നിൽ കണ്ട നിമിഷത്തെക്കുറിച്ച് കാർത്തിക് വിവരിച്ചത്. ഭാര്യ വർഷം മാത്രമാണ് ആ സമയം കാർത്തികിനോടൊപ്പം ഉണ്ടായിരുന്നത്. ഇന്ന് ഞാൻ ഷൂട്ടിങ്ങിന് പോകേണ്ടതാണ്. പക്ഷേ ഇന്നലെ രാത്രി ഫുഡ് കഴിച്ചപ്പോൾ ഞാനൊന്ന് തുമ്മി. ആ സമയത്ത് ഭക്ഷണം എൻ്റെ വായിലുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞ് കണ്ണ് തുറന്നപ്പോൾ ഞാൻ കണ്ടത് വർഷ എൻ്റെ മുതുകിൽ തടവി ഛർദ്ദിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചതെന്ന് വർഷ പറഞ്ഞു തരും, കാർത്തിക് പറഞ്ഞു. പിന്നീട് സംസാരിച്ചത് ഭാര്യ വർഷയാണ്. ഇന്നലെ ഭക്ഷണം കഴിക്കുന്നതിന് ഇടയിൽ കാർത്തിക് ചേട്ടൻ മൂന്നാമത്തെ വട്ടം തുമ്മി. ഉടനെ എന്നോട് വെള്ളം എടുത്തുകൊണ്ട് തരാൻ ആവശ്യപ്പെട്ടു. ഞാൻ വെള്ളമെടുത്ത് തിരികെ വന്നപ്പോൾ കണ്ട കാഴ്ച കാർത്തിക് ചേട്ടൻ കുഴിഞ്ഞു വീണ് കിടക്കുന്നതാണ്. ഞാൻ ആകെ പേടിച്ചുപോയി. ഞാൻ വന്ന് പിടിച്ചപ്പോൾ അദ്ദേഹം ദേഹത്ത് തളർന്നു വീണു. പിന്നെ അനക്കമൊന്നും ഉണ്ടായില്ല. ഉടനെ ഞാൻ അവിടെ ഉണ്ടായിരുന്ന 2 ചേട്ടന്മാരെ വിളിച്ചു വരുത്തി. അവർ വന്നപ്പോഴത്തേക്കും തളർന്ന അവസ്ഥയിലായിരുന്നു ചേട്ടൻ. കൈയൊക്കെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആകെ പേടിച്ചു. നെഞ്ചിൽ ഞെക്കിയപ്പോഴാണ് ഛർദ്ദിച്ചു തുടങ്ങിയത്. കണ്ണ് തുറന്ന് കൊണ്ടൊന്നുമല്ല ശ്രദ്ധിക്കുന്നത്. ഒരുപാട് തവണ ശ്രദ്ധിച്ചു. ബോധമില്ലായിരുന്നു എന്ന് വർഷ പറഞ്ഞു. ഉടൻ എന്നെ എല്ലാവരും ചേർന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി. കാറിൽ വെച്ച് ഒരുപാട് തവണ ഛർദ്ദിച്ചു. അവിടെ ചെന്ന ശേഷം ട്രിപ്പിട്ടു. എൻ്റെ എക്സ്റേയും എക്കോയും എടുത്തു. ബ്ലഡ് ടെസ്റ്റും എടുത്തു. തുമ്മുന്നതിന് ഇടയിൽ ഭക്ഷണാംശം ശ്വാസകോശത്തിൽ കയറി. അതുകൊണ്ട് തന്നെ കുറച്ച് സമയത്തേക്ക് ബ്രെയിനിലേക്ക് ഓക്സിജൻ ഫ്ലോ കട്ടായി. അത് കാരണമാണ് ഞാൻ ശ്രദ്ധിച്ചതും അബോധാവസ്ഥയിലായതും. അവസാനം ശ്രദ്ധിച്ചപ്പോഴേക്കും തൊണ്ട പൊട്ടി ബ്ലഡ് വരെ വന്നു തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ ഷൂട്ടിംഗ് പോകാൻ പറ്റിയില്ല. ഇപ്പോഴാണ് ഞാനൊന്ന് ഓക്കെ ആയത്. അങ്ങനെ ഒരു സിറ്റുവേഷനും സ്ട്രോങ്ങായി നിന്ന് എല്ലാവരെയും വിളിച്ചു വരുത്തുകയും കാര്യങ്ങൾ ചെയ്തതും വർഷയായിരുന്നു. അവളുടെ ധൈര്യം സമ്മതിക്കാതെ വയ്യ. വളരെ വ്യത്യസ്തമായ ദിവസമായിരുന്നു. ഛർദ്ദിലിൻ്റെ ക്ഷീണം ഇപ്പോഴുമുണ്ട്. ടെൻഷനുള്ള അവസ്ഥയായിട്ടും വർഷ എല്ലാം നന്നായി കൈകാര്യം ചെയ്തു. ആശുപത്രിയിലേക്ക് എന്നെയും കൊണ്ട് വണ്ടി ഓടിച്ചു വന്നു എന്നും പേടിപ്പെടുത്തുന്ന അനുഭവം പങ്കിട്ട് കാർത്തിക് സൂര്യ പറഞ്ഞു. ഇപ്പോഴും ആ സമയങ്ങൾ ഓർത്തുവെക്കാൻ ഭയമാണെന്നും കാർത്തിക് പറഞ്ഞു. വർഷയുടെ സംയോജിതമായ പ്രവൃത്തി അഭിനന്ദിച്ചാണ് കമന്റുകൾ ഏറെയും. വർഷ അല്ലെങ്കിലും പ്രായത്തേക്കാൾ നല്ല പക്വതയുള്ള കുട്ടിയാണ്. സിറ്റുവേഷൻ അനുസരിച്ച് പെരുമാറാൻ അറിയുക, അത് ഹാൻഡിൽ ചെയ്യുക എന്നത് തന്നെയാണ് ഏറ്റവും വലുത്. വർഷയ്ക്ക് അഭിനന്ദനങ്ങൾ. ധൈര്യം കൈവിടാതെ തക്ക സമയത്ത് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തതിന്.